ഞാന് ഈ പടത്തിൽ ഈ പടത്തില് സീരിയസ് ആയിട്ട് ഡയലോഗ് പറയുമ്പോ തനിയെ ഉണ്ടാവും ചിരിക്കുന്നു. കഴിഞ്ഞ ഇന്റർവ്യൂലും പറഞ്ഞിരുന്നു ഇഷ്ടം പറഞ്ഞു. ഇഷ്ടം പറഞ്ഞു. നടന്നു വന്നിട്ട് ഇല്ല, നടന്നില്ല. അതൊരു ഹിന്ദിക്കാരിട്ടായിരുന്നു. അപ്പൊ ഇപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഞാൻ അവള് പറയും, ഇതിപ്പോ നിങ്ങൾ ആ ഹിന്ദിക്കാരിട്ട് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കൊടുക്കുമല്ലോ. അപ്പൊ ഞാൻ വർഷം അത് പറയണ്ടില്ല. കുട്ടികളുണ്ട്, ക്യാമറ ഓഫ് ആക്കി. 3 പേരുണ്ട്. ഇത് ഞാൻ പ്രസിദ്ധപ്പെടുത്തും. സുഡാനി ഇവിടെത്തില്ലേ, അറിയാലോ, എവിടെ എത്തിയില്ല. ഞാൻ അടുത്ത പെയിന്റിങ് കഴിഞ്ഞു. പക്ഷെ എന്തോ പഠിച്ചോണ്ട് ഇതിനോണ്ട് പടങ്ങൾ കിട്ടി. ഇപ്പൊ പടം വരെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് പൂജയൊക്കെ കഴിഞ്ഞു. പൂജ കഴിഞ്ഞ് ആ സമയത്ത് എനിക്ക് തോന്നുന്നു അതിന്റെ കൺട്രോൾ ഇറങ്ങാനായിട്ട് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നടക്കാൻ ചാൻസ് ഭയങ്കര കുറവാണ്, പ്രൊഡ്യൂസർ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് സപ്പോർട്ട് ക്രിക്കറ്റ് ഭയങ്കര ഇമോഷനാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. ക്രിക്കറ്റ് ഏതൊക്കെ പന്ത് വെച്ച് കളിക്കാൻ പറ്റും ആ എല്ലാ പന്തും വെച്ച് ഞാൻ കളിച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ടെണ്ടുൽക്കർ ഔട്ടാവില്ല എന്ന് വേണ്ടത്. വെച്ചാല് ടെണ്ടുൽക്കർ അത്രയും പ്രിയപ്പെട്ടവനാണ് നമുക്ക്. ഫിഫ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മള് ഫ്ലക്സ് ഒക്കെ അടിക്കലുണ്ടല്ലോ, അതിൽ നിങ്ങൾ ആരായിരുന്നു? അതൊക്കെ അറിയാം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. എമ്പുരാനൊപ്പം റിലീസ് ചെയ്യുന്നു എന്ന പേരിൽ, ധീരതയുടെ പേരിലാണ് ആദ്യം അഭിലാഷം എല്ലാവരുടെയും സെർച്ചിലും ട്രോളിലും വരുന്നത്. പക്ഷെ പിന്നീട് അതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ പ്രതീക്ഷയുള്ളതായി തോന്നി. സൈജു കുറുപ്പ്, തൻവി, നവാസ് എന്നിവരാണ് ചെയ്യുന്നത്. നമസ്കാരം. ആ ട്രോളുകൾ കണ്ടിരുന്നോ? ധീരതയ്ക്കുള്ള അംഗീകാരം. വിഷ്ണു, ഈ കാലഘട്ടത്തിൽ ഓവർഫ്ലോ കിട്ടുമോ എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ ബുക്ക് മൈ ഷോയില് ഇന്നിപ്പോ സീറ്റ് ഇല്ലെങ്കിൽ അവര് അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ഷോയ്ക്ക് എപ്പോഴാണ് സീറ്റ് കിട്ടുന്നത് അത് വെച്ചിട്ടല്ലേ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ക്യൂവിൽ പോയി നിന്നിട്ട് പകുതിയാകുമ്പോഴത്തേക്കും ഹൗസ്ഫുളിന്റെ ബോർഡ് വരുന്നു, ബാക്കി ക്യൂവിൽ നിന്ന് പകുതി ആൾക്കാർ കിട്ടാത്ത അടുത്തുള്ള തിയേറ്ററിൽ പോകുന്ന ആ ഒരു സംഭവം അല്ലല്ലോ. അപ്പൊ അത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് നമ്മുടെ പടം ഇപ്പം ഇത് പ്രൊഡ്യൂസേഴ്സിന്റെ തീരുമാനമാണ് ആ സമയത്ത് അത് റിലീസ് ചെയ്യണം എന്നുള്ളത്. അതൊരു അവരുടെ കോൺഫിഡൻസ് ആണ്. അപ്പം അത് റിലീസ് ചെയ്യപ്പെടുന്നു. നമ്മൾ വിചാരിക്കുന്നത് ഇതിനെന്തായാലും ഒരു നല്ല പടമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പതുക്കെ ചിലപ്പോൾ ഇത് കുറച്ച് ആൾക്കാർ കാണുന്നു, പിന്നെ അത് മൾട്ടിപ്ലൈ ആവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ആ ഒരു ഗട്ട് ഫീലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ ഓവർഫ്ലോ പരിപാടി എനിക്ക് തോന്നുന്നില്ല അത് ഈ കാലഘട്ടത്തിൽ അത് ഉണ്ടാവുമെന്ന്. തൻവി, ഞാൻ ഒരു പണ്ടത്തെ അഭിമുഖത്തിൽ കേട്ടിട്ടുണ്ട്, ചിരി ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു, കാരണം ചിരി കാരണം മിസ്സായ ഓഡീഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓർമ്മയുണ്ടോ? ചിരി കാരണം ഒരു സിനിമ മിസ്സായിട്ടുണ്ടായിരുന്നു, ഒരിക്കലും എന്റെ ഇൻസെക്യൂരിറ്റി ആയിരുന്നില്ല. ഓക്കെ. ഇപ്പൊ ചിരിക്ക് ഭയങ്കര ഫാൻസ് ഉണ്ട്. ഉണ്ട്. ഇപ്പൊ ഭയങ്കര പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ ഫാമിലിയിൽ തൻവിയുടെ മറ്റേ അമ്പിളിയിലത്തെ സോങ് ടി വിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ കുട്ടി കൊള്ളാലോ എന്താ പേര് പറഞ്ഞിട്ട് തൻവി എന്ന് പറഞ്ഞിട്ട് പേരന്വേഷിച്ചിട്ട് എന്റെ ഏട്ടന്റെ മകളുടെ പേര് തൻവി എന്നാ. അപ്പൊ അല്ല, ഇത് ആക്ച്വലി അമ്പിളിക്ക് ശേഷം എന്നോട് 2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ സിനിമ കണ്ടിട്ട് പേരിട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അന്ന് ആ ചിരിക്ക് അത് ഇന്ന് ചിരിക്ക് ഭയങ്കര ഒരു ഫാൻ ഫോളോയിങ് വരുന്നു. ഒരു സ്ഥലത്ത് റിജക്ട് ആയതൊന്ന് ഭയങ്കര വലിയൊരു USB ആവുന്നു, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇത് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ആ സമയത്ത് നടന്നു കഴിഞ്ഞു എന്നല്ലാതെ ഞാനത് ഇന്റർവ്യൂവിൽ വന്നപ്പോ ഏതൊരു സമയത്ത് ഞാനത് പറഞ്ഞതാ. പക്ഷെ അത് പിന്നെ പോയ എല്ലാ ഇന്റർവ്യൂസിലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്നും ഞാൻ കൂടുതൽ അത് ആലോചിച്ചിട്ടുള്ളത് ഈ ഇന്റർവ്യൂസിൽ വരുന്ന സമയത്താണ്. അല്ലാതെ ഡെയിലി ലൈഫിലൊന്നും അങ്ങനെ ആലോചിച്ചിട്ടില്ല? ഡെയിലി ലൈഫിനല്ല, ഞാൻ അത് ആലോചിച്ചിട്ടേ ഇല്ല. സിനിമ അസോസിയേറ്റഡ് ആയിട്ടും ആലോചിച്ചിട്ടില്ല? ഇല്ല. അങ്ങനെ ഇഷ്ടംപോലെ ഞാൻ പറയട്ടെ, ഞാൻ പണ്ട് വേറൊരു സിനിമയ്ക്ക് വന്നതിന്റെ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൂജ കഴിഞ്ഞ് ഞാനും അച്ഛനും അമ്മയൊക്കെ കൂടിയിട്ടാണ് വന്നത്. അത് ഇതിനേക്കാളും മുന്നേ നടന്നൊരു സംഭവം. അപ്പൊ അതിന് പൂജയ്ക്കൊക്കെ വന്ന് ഞാൻ ആ സമയത്ത് ലീവ് എടുത്ത്, ബാങ്കിൽ ലീവ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം കൊല്ലത്തിൽ നമുക്കൊരു മാൻഡേറ്ററി എന്താണ് അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഒരു MT എന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച കണ്ടിന്യൂസ് ലീവ് എടുക്കണം എന്നുണ്ട് നമ്മള് കോർപ്പറേറ്റ്.
നമുക്കത് എന്തായാലും എടുക്കണം. ബിക്കോസ് ഈ ഒരു സമയത്താണ് നമ്മളില്ലാത്ത സമയം ഇവര് നമ്മളെ ആകെ മൊത്തം ചെക്ക് ചെയ്യുന്നതും കാര്യങ്ങളും നമ്മൾ സിസ്റ്റം ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം 2 വീക്സ് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ലീവ് എടുക്കണം എന്നുണ്ട്. അപ്പൊ ഞാൻ ആ ലീവ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊന്നും അച്ഛൻ അങ്ങനെ വലിയ താല്പര്യമില്ല ഞാൻ സിനിമ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ എനിക്കത് താല്പര്യം ഉണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം വന്ന്. അപ്പൊ ഇവിടെ വന്ന് അറേഞ്ച് ചെയ്ത റൂമൊക്കെ ഭയങ്കര മോശമായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഇല്ല സിനിമ എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാരോട് പറഞ്ഞ് ലീവ് എടുക്കുമ്പോൾ കാരണം പറയണല്ലോ. അപ്പൊ സിനിമയിൽ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് വന്ന് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പൂജയൊക്കെ കഴിഞ്ഞു. പൂജ കഴിഞ്ഞ് ആ സമയത്ത് എനിക്ക് തോന്നുന്നു അതിന്റെ കൺട്രോൾ ഇറങ്ങാനായിട്ട് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നടക്കാൻ ചാൻസ് ഭയങ്കര കുറവാ, പ്രൊഡ്യൂസർ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് സപ്പോർട്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അപ്പൊ അതൊരു 2 ഫ്രണ്ട്സും ഒരു ബ്രദറും 2 ബ്രദറും ഒരു ഫ്രണ്ടും കൂടി ചെയ്യുന്ന സിനിമയായിരുന്നു. അപ്പൊ അവരാണത് ചെയ്യുന്നത്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ഇവരെന്റെ അടുത്ത് പറഞ്ഞ പ്രൊഡ്യൂസറിന്റെ ആരോ അങ്കിളിന് അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ആയി. അപ്പൊ അവരത് മാറി ഇപ്പൊ 2 ദിവസത്തില് കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ 2 ദിവസം നമ്മൾ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞു എന്തായാലും തിരിച്ചു പോയിക്കോ, നമ്മൾ എന്നാലും ഈ ഒരു ഇത് ഓൾമോസ്റ്റ് ഓൺ ആവുന്ന സമയത്ത് നമ്മൾ വിളിക്കാന്നൊക്കെ പറഞ്ഞു പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ജനുവരി 1-ാം തീയതി എൻ്റെ നാട്ടിലെ തറവാട്ടിൽ തെയ്യം നടക്കും. അപ്പൊ ആ സമയത്ത് അന്ന് രാത്രി ഇത് ഒക്ടോബറിൽ നടന്ന കഥയാണ്. ജനുവരിയിൽ അവരെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വേറെ. അപ്പൊ അവരും എല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പം പ്രൊഡ്യൂസേഴ്സ് വേറെ അറിയുന്ന ഒരാളെ വെച്ചിട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും മാറി നമ്മൾ വേറെ ചെയ്യാന്നുള്ളത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ഒരിക്കലും സിനിമ ചെയ്യുന്നുണ്ടെങ്കിലും മേ ബി അത് സിനിമ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഷൂട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളൂ. ഒരു സിനിമയിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ ആക്ച്വലി സിനിമയൊക്കെ തുടങ്ങി എനിക്കൊരു ഉറപ്പായി ഇതിലുണ്ട് ഞാൻ എന്നുള്ളൊരു സമയത്ത് മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പം കൂടുതലും നമ്മൾ അങ്ങനെ നെഗറ്റീവ് ഉള്ള കാര്യങ്ങൾ അങ്ങനെ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതങ്ങനെ കുറെ എക്സ്പീരിയൻസ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പഠിച്ചു ഇതെങ്ങനെയാണ് എന്നുള്ളത്. പഠിക്കുന്നേ ഉള്ളൂ, ചിന്തിക്കാറില്ല അതിനെ പറ്റി. ആ പടം പിന്നീട് നടന്നോ? ആ സിനിമ റിലീസ് ആയിട്ടുണ്ട്. അത് വിജയിച്ചോ സിനിമ? അതിന് സന്തോഷമുണ്ടോ? ഞാൻ അത്ര ദുഷ്ടത്തിൽ സന്തോഷമില്ല. പക്ഷെ അമ്പിളി റിലീസ് ആയ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിലാണ് എനിക്ക് ലോഞ്ച് എന്നുള്ളത്. അതെനിക്ക് ആക്ച്വലി ഭയങ്കര ഭാഗ്യമായിട്ട് വന്നതാണ്. ഇതില് മേ ബി ഞാൻ ആ സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എനിക്കിപ്പോഴും ഞാൻ മേ ബി തമിഴിൽ ഞാൻ ഇതുവരെ സിനിമ ചെയ്തിട്ടില്ല. തമിഴിൽ എനിക്ക് വന്ന സിനിമകളിലൊന്നും എനിക്ക് അങ്ങനെ ഒരു സ്റ്റാർട്ടിങ്ങിൽ നല്ല സിനിമ ചെയ്തില്ലെങ്കിൽ പിന്നെ അവിടെ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ഞാൻ അത് പിക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ തമിഴിൽ വന്നൊന്നും പിക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ തമിഴിൽ എന്താ വരുന്നത് പിക്ക് ചെയ്യാണ്ടിരിക്കാൻ കാര്യം എന്താ? ആ നായികയ്ക്കൊന്നും ചെയ്യാത്തതാണോ? പ്രത്യേകിച്ച് നമ്മളിപ്പം പേരിന് മാത്രം സിനിമ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി ആൾക്കാർ കാണുന്ന നല്ലൊരു റോളാണെങ്കിൽ ക്യൂട്ടൊന്നുമില്ല. എനിക്ക് ഇതുവരെ അങ്ങനെ ക്യൂട്ട് ചെയ്യണം എന്നുള്ളത് തോന്നിയിട്ടില്ല. അവരങ്ങനെയാണോ പറയാന്ന്? അല്ല, വന്ന സിനിമകള് അങ്ങനെയൊന്നും എനിക്ക് തോന്നി. ഇപ്പം ആ വന്ന സിനിമകളും 2-3 സിനിമകൾ റിലീസ് ആയിട്ടുണ്ട്. അതൊന്നും ഒരു അങ്ങനെ ഒരു ഇമ്പാക്ട് ഉള്ള ഒരു സിനിമയായിട്ടില്ല. അപ്പൊ എനിക്കത് പിക്കാത്തതിൽ വലിയ സങ്കടമൊന്നുമില്ല. വരും, നല്ല സിനിമ വരും. ഈ നായകന്റെ പ്രണയം നടക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടുകാരുണ്ടല്ലോ, ഉപദേശമൊക്കെ കൊടുത്തിട്ട്, അത് നിങ്ങൾ തമാശയിൽ ചെയ്തിട്ടുണ്ട്, നദികൾ സുന്ദരിയിട്ട് ചെയ്തിട്ടുണ്ട്. അഭിലാഷത്തിൽ അതെന്താ വ്യത്യാസം? അഭിലാഷത്തിൽ ഒരു വിദ്യാഭ്യാസത്തെ കുറിച്ച് വക്കീല അതില്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പോയിന്റ് ഒക്കെ അറിയാം, ആ ഒരു പോയിന്റ് ഒക്കെ അറിയാം. അപ്പൊ ഇതിൽ കുറച്ചുകൂടി ഒരു വെറൈറ്റി സാധന. ഇതിന്റെ ഒരു കച്ചിത്തുരുമ്പും കൂടിയാ. അല്ല, എനിക്കൊരു പ്രതീക്ഷയുള്ള പാടത് അഭിലാഷം എന്ന് പറയുന്നത് ജീവിതത്തില്. എനക്ക് നല്ല ജീവിതത്തില് ഇതായിരുന്നു എന്റെ പ്രശ്നം. നമുക്കില്ലേ കാണുമ്പോ നമുക്കൊരു സന്തോഷം ചിരിയൊക്കെ വരിക. അപ്പൊ സീരിയസ് ആയിട്ട് പറയുമ്പോ നമുക്ക് ഞാന് ഈ പടത്തില് സീരിയസ് ആയിട്ട് ഡയലോഗ് പറയുമ്പോ തനിയുണ്ടാവും ചിരിക്കുന്നു. എനിക്ക് എങ്ങനെ നോക്കിയിട്ടും എനിക്കില്ല ഭയങ്കര ഇഷ്ടം തോന്നുന്ന അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് അപ്പൊ തോന്നിയിട്ടില്ല. ഐ എം സോ സോറി. കേരള ക്രൈം ഫയൽസിൽ കുറെ സീരിയസ് ആയിട്ടുള്ള ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് ക്യാരക്ടർ ഡ്യൂട്ടിയിലാവുന്ന സമയത്ത് ഒരു സീനുണ്ട്. അത് റിഹേഴ്സൽ ആയിട്ടാണ്. ഇതിന്റെ ഒരു ക്ലോസ് പോണേ. ആൾക്കാർ കാണട്ടെ സീരിയസ് റോളും ചെയ്യുന്നുണ്ടെന്നേ. അതുകൊണ്ട് അല്ല, ഈ ഇത് ഇങ്ങനെ നായകന്റെ കൂട്ടുകാരനാട്ടോ, കൂട്ടുകാരനെ ഉദ്ദേശം അങ്ങനെ ബ്രീഫ് പറയൂലേ വിളിച്ചിട്ട്? ഇപ്പൊ ഇങ്ങനെ വിളിച്ചിട്ട് പറയാണ് നായകന്റെ കൂട്ടുകാരനാണ്, കൂട്ടുകാരൻ ഉപദേശിക്കുന്ന ആളാണ്. അപ്പൊ ഇതൊരു റിപ്പീറ്റേഷൻ ആവണില്ല, അങ്ങനെ തോന്നലുണ്ടോ നിങ്ങൾക്ക്? അല്ല, ഇടയ്ക്ക് ഞാൻ വേറെ വേഷങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഇതായി പോകുന്നുണ്ട്, താലിയായി പോകുന്നുണ്ട്. അത് വലിയ ബാധിക്കുന്നില്ല ആണ് എന്റെ സംശയം. ഇനി എങ്ങനെ പുറമുള്ള സംസാരം എന്താണെന്നുള്ള അറിയില്ല.
നല്ലൊരു അങ്ങാടി നിലവാരം എടുത്ത് നോക്കലുണ്ടോ നിങ്ങൾ? എന്താ എന്നെ പറ്റി ഇൻഡസ്ട്രിയുടെ അഭിപ്രായം? അങ്ങാടി നിലവാരം അതായത് പുറമെ ആടി നിലവാരം. പുറമെ Market value. അഭിപ്രായം. മാർക്കറ്റ് വാല്യൂ ഇപ്പം കുറെ പോയില്ലേ. സുഡാനി ഇപ്പൊ ഇവിടെ എത്തിയില്ലേ? അറിയാലോ എനിക്ക്. എവിടെ എത്തിയില്ല, ഇങ്ങനെ പോകുന്നുണ്ടോ അങ്ങനെ. സുഡാനി കഴിഞ്ഞപ്പോ നിങ്ങൾ എന്ത് വിചാരിച്ചു? ഇങ്ങനെ നേരെ ഇങ്ങനെ കോളായിരിക്കും അങ്ങനെ സുഡാനി വിചാരിച്ചു? കഴിഞ്ഞപ്പോ ഞാൻ അടുത്ത പെയിന്റിങ് കഴിഞ്ഞു. പക്ഷെ എന്തോ പഠിച്ചോണ്ട് ഇതിനോണ്ട് പടങ്ങൾ കിട്ടി. ആ. ഇപ്പൊ ദാ ഇവിടം വരെ ഇരിക്കുന്നുണ്ട്. ആ. ഈ പെയിന്റിങ്ങിലെ ആ. ഒരു സുഖമുള്ള ഒരു ഫേസ് ഉണ്ടല്ലോ, അതായത് പണി നന്നായി കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സന്തോഷം അതെ അതെ. ഈ പക്ഷെ പടത്തിൽ അങ്ങനെ ഇല്ല. നമ്മൾക്ക് എപ്പോഴും അങ്ങനെ പടം കിട്ടിക്കൊള്ളണം ഇല്ല, നിർബന്ധമില്ല. ആ. ഈ പെയിന്റിങ്ങിൽ മഴ പെയ്യുന്ന പോലെ മഴ സീസണിൽ പെയിന്റിങ് പണി ഉണ്ടാവില്ലല്ലോ. സോ ഈ പടം കിട്ടാണ്ടിരിക്കുന്ന സമയത്ത് ആസിക്ക് എന്താ ചെയ്യണം പോസിറ്റീവ് ആയിട്ടിരിക്കാൻ? ഞാന് ഇത് ഇങ്ങനത്തെ ചോദ്യം പാസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കോടീശ്വരനാ പാസൊക്കെ. ഞാൻ ഈ സുഹൃത്തുക്കളെ കൂടെ തമാശകൾ പറയും. പക്ഷെ ഉള്ളില് കരയായിരിക്കും, പക്ഷെ പുറമെ കാണിക്കലാണ്. എനിക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. പുറമെ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും, കുറെ ഇതാക്കും. അങ്ങനെ സിനിമ അങ്ങനെ വരാണ്ട് നിന്നില്ല എനിക്കങ്ങനെ. ഒന്ന് കഴിയുമ്പത്തിന് ഒന്ന് കിട്ടുന്നുണ്ട്. ഞാൻ എല്ലാ പടം ചെയ്യല്ലോ, സെലക്റ്റീവ് ഒന്നല്ല. ആൾക്കാര് കഥ കേൾക്കാൻ നിൽക്കൂല. പിന്നെ ഇപ്പോഴാണ് കുറച്ചുകൂടി കഥ കേൾക്കാനൊക്കെ. ഇനിയിപ്പോ കഥ കേൾക്കാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ പടം നഷ്ടപ്പെടുക വിചാരിച്ചിട്ട് അതിന് നിൽക്കൂല. അങ്ങനെ ഒരു പേടിയുണ്ട് നിങ്ങൾക്ക്? അതായത് കഥ കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെന്തോ വലിയ സംഭവം വിചാരിക്കും, അതുകൊണ്ട് പടം കിട്ടില്ല. സത്യം ഉണ്ട്. അങ്ങനെ പേടിയുണ്ട്. ക്യാഷിന്റെ കാര്യത്തിൽ ക്യാഷ് പറയുമ്പോ ഇതൊക്കെ ഇത് ഓരോരുത്തർ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ നിങ്ങൾ രണ്ടാൾ സംസാരിക്കും, ഞാൻ നോക്കുന്നത് എന്താ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആയിരിക്കും പറയാം, പൈസ പറഞ്ഞ സാഹചര്യത്തിൽ ഓനെ ഒഴിവാക്കി, അല്ലെങ്കിൽ കഥ അങ്ങനെയൊക്കെ കേൾക്കുമല്ലോ. പക്ഷെ അതൊന്നും നോക്കലില്ല. അപ്പൊ ഞാൻ ആരെങ്കിലും വിളിക്കുമ്പോ ചിലപ്പോ എന്നോട് ഇങ്ങോട്ട് കഥ പറയും. ഇപ്പോഴൊക്കെ കഥ പറയലുണ്ട്, കഥ പറയും. ഇപ്പൊ സെറ്റാണ്. ഇപ്പൊ സിനിമനെ കൊണ്ടല്ലേ ജീവിതം കഴിഞ്ഞു പോകുന്നത്. ഈ കാര്യത്തെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ OTT-യില് സൈചേട്ടന്റെ പ്രസൻസ് ഉള്ള പടങ്ങള്, OTT മാത്രമായിട്ട് റിലീസ് ചെയ്ത പടങ്ങള്, സീരീസ് ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഭൂതകാലം, ജയ് മഹീന്ദ്ര സീരീസ്, ഭരതനാട്യം നമുക്കറിയാം, അന്താക്ഷരി. സോ എപ്പോഴെങ്കിലും ഇപ്പൊ ഈ പങ്കജ് ത്രിപാഠിക്കൊക്കെ ഓപ്പൺ ആയ ഒരു സ്പേസ്, നവാസുദ്ദീൻ സിദ്ദിഖിക്കൊക്കെ ഓപ്പൺ ആയ ഒരു സ്പേസ്, അങ്ങനെ ഒരു കാര്യം ഡ്രീം ചെയ്യുന്നുണ്ടോ? OTT സൂപ്പർ സ്റ്റാറിലേക്ക് അങ്ങനെ OTT സൂപ്പർ സ്റ്റാർ അല്ല, OTT പെർഫോമർ സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റില്ല. അതെ, അല്ല അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിന്നെ ജോലി ഉണ്ടാകുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അത് വെബ് സീരീസ് ആയാലും, അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ ഡയറക്റ്റ് വരുന്ന സിനിമ ആയാലും, അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിക്കൽ റിലീസ് ആയാലും, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വിഷ്ണു, ഈ എനിക്ക് അങ്ങനത്തെ ഒരു ഗോളൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ആണെങ്കിൽ എനിക്ക് ഇവിടെ എത്തണം, അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ. ചാൻസ് ചോദിക്കാറുണ്ട്. ചാൻസ് ചോദിക്കുന്നത് ഇത് കഴിഞ്ഞാൽ അടുത്തൊരു പടത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ആ പടം കാരണം എനിക്ക് ഇവിടെ എത്താൻ പറ്റും എന്നുള്ളൊരു ഗോളില്ല എനിക്ക്. പക്ഷെ അടുത്തൊരു ജോലി കിട്ടുക എന്നുള്ളതാണ്. അത് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഡെഫിനറ്റ്ലി വെബ് സീരീസ് ഒരു നല്ല ഓപ്പണിംഗ് ആണ് ആക്ടേഴ്സിനെ സംബന്ധിച്ച്. ഒരുപാട് പേർക്ക് വീണ്ടും സിനിമ അല്ലാണ്ട് വേറൊരു ജോലി കിട്ടുന്നുണ്ട്. അതും സിനിമയുടെ അത്ര, എനിക്ക് തോന്നുന്നു സിനിമയെക്കാളും വലിയ ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇത് ചെയ്യുന്നത്, വലിയ ബഡ്ജറ്റിലാണ് ചെയ്യുന്നത്. അതെ അതെ, പേ സ്കെയിലും വലുതാണ്. എനിക്ക് തോന്നുന്നത് ജയ് മഹേന്ദ്രനൊക്കെ ഇപ്പൊ ഞാൻ ലീഡ് ചെയ്യുന്ന ഒരു പടത്തിന്റെ ബഡ്ജറ്റിനേക്കാളും 2 മടങ്ങ് കൂടുതൽ ബഡ്ജറ്റാണ് അതിന്. സോ അപ്പം അത് അത്രയും ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇപ്പം അഭിനയിക്കുന്നത് ഇതിപ്പം വെബ് സീരീസ് ആയതുകൊണ്ട് അങ്ങനെയാണ് അഭിനയിക്കുന്നത്, അങ്ങനെയല്ലല്ലോ. നമ്മൾ സിനിമ പോലെ തന്നെ അഭിനയിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്കൊരു ഫീൽ ഗുഡ് ആണ് അത്രയും വലിയൊരു ബഡ്ജറ്റിൽ സിനിമ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ഇപ്പം ഇതിനകത്ത് ചൈൽഡ്ഹുഡ് പോർഷൻസ് വരുന്നുണ്ടല്ലോ, ഭയങ്കര ഇൻസ്ട്രുമെന്റൽ ആണെന്ന് വിചാരിക്കുന്നത് ഞാൻ. ആ പോർഷൻസ് ഒക്കെ പഠിക്കാൻ പ്രധാനപ്പെട്ട. അപ്പൊ കേരളത്ത് ചെയ്യുമ്പോഴൊക്കെയും ഒരു നാട് അല്ലെങ്കിൽ കേരളം അതിന് സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാവുന്ന ഒരു ക്യാരക്ടറിന് ഒരു ചെറുപ്പുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ മയൂഖത്തിലൊക്കെ ഉണ്ടല്ലോ, അയാളുടെ ചെറുപ്പം കേരളത്തിന് സംസ്കാരമായിട്ട് ഡീപ്പ് റൂട്ടഡാ. സജിചേട്ടന്റെ പ്രധാനപ്പെട്ട ചെറുപ്പകാലം ഫുൾ ഇരിക്കുന്നത് നാഗ്പൂരില. സോ ഇത് ഇപ്പോഴും ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഇമാജിനേഷനിൽ കിട്ടുന്നുണ്ടോ ഈ സാധനങ്ങളൊക്കെ? ഇപ്പൊ മലപ്പുറത്ത് ഉള്ള ഒരു അഭിലാഷ് എന്തൊക്കെയായിരിക്കും ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടാവുക, അയാളുടെ കൂട്ടുകാർ മദ്രസയിൽ പോയിട്ടുണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരിക്കലും നാഗ്പൂരിൽ ജീവിച്ച സൈജു കുറുപ്പിന് പറ്റില്ലല്ലോ. അല്ല, ഇപ്പം ഇത് നമ്മള് ഇസ്ലാം റിലിജനെ പറ്റിയാ പറയുന്നത്, മദ്രസയിൽ പോകുന്നതൊക്കെ. അപ്പൊ ഞാൻ അവിടെ ഉള്ളപ്പോ അവിടെയും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, മുസ്ലിംസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്.
അവര് മദ്രസയിൽ പോകാറുണ്ടായിരുന്നു, മസ്ജിദിൽ പോകാറുണ്ടായിരുന്നു. ഞാൻ ഇൻഫാക്ട് ദർഗയിൽ പോകുമായിരുന്നു. ഇപ്പൊ മസ്ജിദിൽ ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല, ദർഗയിൽ പക്ഷെ ആർക്കും പോകാവുന്നതാണ്. ഞാൻ ദർഗയിൽ പോകാറുണ്ടായിരുന്നു, ഗുരുദ്വാരയിൽ പോകാറുണ്ടായിരുന്നു, ഞാൻ ക്രിസ്ത്യൻ പള്ളികളിൽ പോകാറുണ്ടായിരുന്നു. അങ്ങനെ എന്താണ് റിലിജൻ കാരണം അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ വീട്ടുകാർ എവിടെയും വിടും. നമുക്ക് എല്ലാ റിലിജനിൽ നിന്നുള്ള ഫ്രണ്ട്സും ഉണ്ട്. അതൊരു പ്രോബ്ലം ആയിരുന്നില്ല. പിന്നെ ബാല്യകാലം ഇപ്പം നമ്മുടെ ഈ ഡ്രസ്സുകൾ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ഇനിയിപ്പോ ചേഞ്ചസ് ഉണ്ടെങ്കിൽ തന്നെ ബാക്കി ഇപ്പം നാഗ്പൂരിലായാലും ഇവിടെ ആയാലും ബാല്യകാലമാണ്. പിന്നെ നമ്മള് എൻഗേജ് ചെയ്യുന്ന ഇപ്പം ഒരു സ്പോർട്സ്, കേരളത്തിലാകുമ്പോ ഇപ്പൊ ഞാൻ മലപ്പുറത്തായിരുന്നു എന്റെ ബാല്യകാലം ആയിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ ഫുട്ബോൾ കളിച്ചേനെ. പിന്നെ നാഗ്പൂരിലായിരുന്ന കാരണം ഞാൻ കൂടുതൽ ക്രിക്കറ്റ് കളിച്ചിരിക്കുന്നു. പക്ഷേ സിനിമാറ്റിക് ഇൻഫ്ലുവൻസ് ഒക്കെ പറഞ്ഞു ഞങ്ങൾക്ക് മോഹൻലാൽ, മമ്മൂട്ടി, നാഗ്പൂരിലെ മിക്കത് അമിതാഭ് ബച്ചൻ, ധർമ്മേന്ദ്ര, അങ്ങനെ ആയിരിക്കില്ലേ? എനിക്ക് രണ്ടും ഉണ്ടായിരുന്നു. മലയാള സിനിമയും കാണുമായിരുന്നു. അതായിരുന്നു നമുക്കുണ്ടായിരുന്നു. വെച്ചാൽ ഹിന്ദിക്കാർക്ക് മലയാള സിനിമ മനസ്സിലാവൂല, അന്ന് സബ് ടൈറ്റിൽസ് ഒന്നും ഇല്ല. ഈ VCR ഇത് കാണുമ്പോഴത്തേക്കും സബ് ടൈറ്റിൽസ് ഇല്ല. അപ്പം നമുക്ക് രണ്ടും എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം അപ്പർ ഹാൻഡ് ഞങ്ങൾക്കായിരുന്നു. അതിൽ ഹിന്ദി മനസ്സിലാവും, മലയാളവും മനസ്സിലാവും. നിങ്ങളുടെയൊക്കെ രണ്ടുപേരുടെയും ഫേസ്ബുക്ക് പ്രൊഫൈലുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചാലൊക്കെ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമുള്ള രണ്ടാളുകളായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ചൈൽഡ്ഹുഡിൽ ക്രിക്കറ്റ് നമ്മൾ ഫോളോ ചെയ്യില്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ. ഇപ്പൊ നോക്കുമ്പോൾ അന്ന് നമ്മൾ ഫോളോ ചെയ്ത് വന്നിരുന്നത് ടീമുകൾ ഇങ്ങനെ ടീമിലത്തെ അംഗങ്ങൾ ഇങ്ങനെ കുറഞ്ഞു ഇപ്പൊ നോക്കുമ്പോൾ ശരിക്കും രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും വിരാട് കോഹ്ലി മാത്രമേ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് 90s കിഡ്സിന്റെ ഫോളോയിങ്ങിലുള്ള ഉള്ളൂ. ബാക്കിയൊക്കെ ഇപ്പൊ പുതിയ ആളുകളാണ്. സഞ്ജു സാംസൺ. ഒരു ഡിസോസിയേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? പക്ഷെ എന്തായിരിക്കും ഇനി അവരും കൂടി പോയി കഴിഞ്ഞാൽ ക്രിക്കറ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാ അങ്ങനെ തോന്നിട്ടുണ്ട്? ആ ഫീലിംഗ് ഇത് ടെണ്ടുൽക്കർ 2015 ടെണ്ടുൽക്കർ ഇല്ലാത്തൊരു ക്രിക്കറ്റ് എനിക്ക് ആലോചിക്കാനേ പറ്റില്ലായിരുന്നു. ടെണ്ടുൽക്കർ ഫസ്റ്റ് ഓവറിൽ ഔട്ട് ആയിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ടെണ്ടുൽക്കർ ഔട്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ടെണ്ടുൽക്കർ അത്രയും പ്രിയപ്പെട്ടവനാണ് നമുക്ക്. ഇതേപോലെ ഷാറുഖ് ഖാന്റെ പടം വരുമ്പോഴത്തേക്ക് ഇത് ഹിറ്റാണെന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രാർത്ഥിച്ച അതിനകത്ത് ഒരാൾ ഞാനാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് രതീഷ് ഞങ്ങൾ ഭയങ്കര ഷാറുഖ് ഖാൻ ഫാൻസാണ്. ഞങ്ങൾ പറയായിരുന്നു ഷാറുഖ് ഖാനൊക്കെ വലിയ സ്റ്റാർ ആയി നമ്മുടെ കൂടെ പ്രാർത്ഥനകാരനാണ്. അത്രയ്ക്കും ചങ്കാണ് നമുക്ക്. അപ്പൊ ടെണ്ടുൽക്കർ ഔട്ടാകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ അത് അജയ് ജഡേജ വന്നപ്പോഴത്തേക്കും അജയ് ജഡേജ നല്ലപോലെ കളിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമായി. പിന്നെ എന്തോ പുള്ളിക്ക് ഒരു കേരളമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അമ്മ എന്തോ മലയാളിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആളാണ്, മലയാളിയും കൂടെ അല്ലേ. അപ്പൊ ആ ഒരു സ്നേഹം കുറച്ചുകൂടെ കൂടി. ആസ് എ ക്രിക്കറ്റർ മാത്രമല്ല, പകുതി മലയാളിയും കൂടെയാണല്ലോ. പിന്നെ സേവാഗ് ഇതേപോലെ ഫസ്റ്റ് ബോളിൽ 4 അടിക്കാൻ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമില്ലേ, അത് ഭയങ്കരമാണ്. സേവാഗ് എന്താ പ്ലെയർ, എന്റെ ദൈവമേ. അയാളുടെ ബാറ്റ് സ്പീഡ് എന്ത് ബാറ്റ് സ്പീഡാണ്, അൺഇമാജിനബിൾ ആണ്. ബോള് എറിയുന്നത് കാണാം, പിന്നെ നേരെ ബൗണ്ടറിയിലാണ് ബോള്. സൂപ്പറാണ്. പക്ഷെ സേവാഗൊക്കെ വന്നപ്പോഴത്തേക്കും ഈ കരച്ചിലൊക്കെ മാറി എൻ്റെ. ഇത് ഞാൻ ടെണ്ടുൽക്കറിന്റെ സമയത്തുള്ള ഞാൻ പറയാം. ടെണ്ടുൽക്കർ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മെച്ചൂർഡ് ആയല്ലോ. അതായത് ടീനേജർ കഴിഞ്ഞിട്ട് നമ്മള് 20s എത്തി. സേവാഗ് എനിക്ക് തോന്നുന്നു എന്നെക്കാളും ഒരു വയസ്സിന് എന്തോ മൂത്ത ആളാണ്. അപ്പം സേവാഗ് വന്നത് തന്നെ എനിക്ക് തോന്നുന്നു 20s അല്ലേ. അപ്പോഴത്തെ നമ്മുടെ കരയേണ്ട, പക്ഷെ ഭയങ്കര വിഷമമാണ്. ഇമോഷൻ ഉണ്ട്, ഭയങ്കര ഇമോഷനാണ്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുമ്പോൾ ഒരു സാധനമുണ്ട്. യെസ്, ക്രിക്കറ്റ് ഭയങ്കര ഇമോഷനാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. ക്രിക്കറ്റ് ഏതൊക്കെ പന്ത് വെച്ച് കളിക്കാൻ പറ്റും ആ എല്ലാ പന്തും വെച്ച് ഞാൻ കളിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോൾ തൊട്ട് മറ്റേ ഓലപ്പന്ത് ഉണ്ടാക്കുമായിരുന്നല്ലോ, അത് വെച്ച് കളിച്ചിട്ടുണ്ട് ഞാനിവിടെ. മടൽ വെച്ച് ബാറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് എഴുതിയിട്ടില്ല. ടെണ്ടുൽക്കറിന്റെ ബാറ്റ് എന്നുള്ളൊരു ഫീൽ കിട്ടും. ഈ ചൈൽഡ്ഹുഡില് ക്രിക്കറ്റ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് നമ്മളെ ആ ഒരു സമയത്ത് ഞാൻ 90s കിഡാ. അപ്പൊ എനിക്കൊന്ന് ആ ഒരു സമയത്തൊക്കെ എല്ലാവരും സ്കൂളിലാണെങ്കിലും നമ്മൾ ചുറ്റുമുള്ള എല്ലാവരും എന്തായാലും ക്രിക്കറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നത് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് കുറച്ച് ഡിറ്റാച്ച്ഡ് ആയി. പക്ഷെ എനിക്കൊന്ന് വീണ്ടും ഇപ്പോഴാണ് വീണ്ടും കാണുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ നമുക്കിപ്പം സച്ചിൻ ആയാലും സേവാഗ് ആയാലും ദ്രാവിഡ് ജഡേജ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ഇമോഷൻ എന്തായാലും എനിക്ക് തോന്നുന്നു അത്രയും ഒരു അറ്റാച്ച്മെന്റ് ഇപ്പൊ ഇല്ല. പക്ഷെ ഞാൻ ഇപ്പോഴും കാണാറുണ്ട്, ഞാൻ ക്രിക്കറ്റും കാണാറുണ്ട്. ഞാൻ ഫുട്ബോളും ഒരുപാട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഇന്ത്യൻ ഫുട്ബോളോ കൂടുതലും ഫോളോ ചെയ്തിട്ടുള്ള ഞാൻ കാണും. എനിക്കിപ്പം പ്രത്യേകിച്ച് ഇപ്പൊ ഒരു പ്ലെയറോ അല്ലെങ്കിൽ ഒരു ടീം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഒരു ഫാൻ എന്നുള്ളത് ഇല്ല. പക്ഷെ എനിക്കിഷ്ടമാണ്, എനിക്ക് ആ സ്പോർട്സ് കാണാൻ ഇഷ്ടമാണ്. എല്ലാം കാണും, ഞാൻ ബാഡ്മിന്റൺ എല്ലാം കാണും.
ഈ ചാമ്പ്യൻസ് ട്രോഫി എടുത്തപ്പോ എന്ത് തോന്നി? ഞാൻ പറഞ്ഞു ചാമ്പ്യൻസ് ട്രോഫി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ആർഡന്റ് ഫോളോവർ അല്ല ഞാൻ ആക്ച്വലി. പക്ഷെ കാണുന്ന സമയത്ത് എനിക്ക് അറിയാം ഇങ്ങനെ ഞാൻ കൂടുതലും എനിക്കൊന്ന് ഇന്ത്യൻ ഫുട്ബോളോ അല്ലെങ്കിൽ അതാണ് കണ്ടിട്ടുള്ളത്, ഫോളോ ചെയ്തിട്ടോ കണ്ടിട്ടുള്ളതോ. ഇനിയിപ്പം ISL എനിക്കൊന്ന് ISL ഇപ്പൊ അങ്ങനെ കാണാറില്ല. ISL IPL ഒക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഫുട്ബോളാണ് ഞാൻ കൂടുതൽ ഫുട്ബോളാണ് കളിക്കല്. ബാക്കാ ഫോർവേഡാ? അങ്ങനെ ഞാൻ കാടൻ കളിയല്ലേ കണ്ടത്ത് കളിക്കുമ്പോ ഞാൻ തന്നെ ഗോളിക്കും, ഞാൻ തന്നെ അവിടെ പോയി റണ്ണിങ് ഗോളിയാ. അല്ല ഈ മറ്റേ ഫിഫ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു ടീം ഉണ്ടാവില്ല, ടീമിനോട് ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെ ഇഷ്ടമില്ല. അർജന്റീന, ബ്രസീൽ അങ്ങനെ ഒരു ഫിഫ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മള് ഇതാവുമല്ലോ, പോയി ഫ്ലക്സ് ഒക്കെ അടിക്കലുണ്ടല്ലോ. അതിൽ നിങ്ങൾ ആരായിരുന്നു? ബ്രസീൽ. അതൊക്കെ അറിയാം. മോയന്തോന്നല്ല. ഞാൻ ആക്ച്വലി ഫുട്ബോൾ കാണാൻ തുടങ്ങിയതും ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്, ബ്രസീലിനെ ഫോളോ ചെയ്യണം. ഞാൻ അങ്ങനെയാണ് ശരിക്കും കാണാൻ തുടങ്ങിയത്. ബ്രസീലിന്റെ മാച്ചസ് വെച്ചിട്ടാണ് ഞാൻ ഫുട്ബോൾ നല്ല ആളാട്ടോ അവിടെ പോയിട്ട് കാണാനോ ആരെയില്ല. ബ്രസീൽ കപ്പെടുത്ത കളിയുണ്ട്. അതായത് ബ്രസീലിന്റെ 7 ഗോൾ വീണപ്പോ ഞാൻ ഓഫീസിലായിരുന്നു. ഞാൻ ഓഫീസിൽ എന്നിട്ട് ബ്രേക്ക് എടുത്തിട്ട് നമ്മള് മേലെ ടിവിയിൽ കാണാൻ വേണ്ടിട്ട് അവിടെ കൂടെ എന്നിട്ട് ആദ്യത്തെ ഗോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യത്തെ ഗോള് വീണു. അപ്പൊ നമ്മൾ നോക്കി ഇപ്പഴത്തെ 7 എന്തായാലും ഗോള് വീണു എന്നുള്ളത്. രണ്ടാമത്തെ കാണുമ്പോ എന്താ പറയാ, ഞാൻ ഇന്ന് റീപ്ലേ കാണിക്കുന്നതാ. പക്ഷെ ഇത് രണ്ടാമത്തെ ഗോളായിരുന്നു. പിന്നെ പരക്കെ 7 ഗോൾ ഒരുമിച്ച്. പിന്നെ പോയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി വീണ്ടും. നിങ്ങളപ്പോ എന്ത് ചെയ്യായിരുന്നു? അന്ന് നാട്ടിലില്ല ഞാൻ ഓർമ്മ ഓർമ്മയുണ്ടോ? 7-1 ജർമ്മനി വേഴ്സസ് ബ്രസീൽ. ഞാൻ ഫുട്ബോൾ അങ്ങനെ ഫോളോ വിരോധിയാ. എന്റെ മകൻ വന്നിട്ട് അവന് മെസ്സിയുടെ ജേഴ്സി, ഒറിജിനൽ ജേഴ്സി അല്ല മേടിക്കാൻ കിട്ടുന്നത്, മെസ്സിയിൽ എഴുതിയ ഇത് വേണമെന്ന് ഞാനൊരു സെലിബ്രിറ്റി അല്ല. അവന്റെ ചില എല്ലാ അച്ഛന്മാരും ടി വിയിൽ വരുന്ന ആൾക്കാരാണ്, എല്ലാവരുടെ അച്ഛന്മാരും. അപ്പം ഞാൻ ഞെട്ടിപ്പോയി ആക്ച്വലി. പക്ഷെ എനിക്ക് സന്തോഷം തോന്നി. അവൻ അഫ്കോഴ്സ് കേരളത്തിലായതുകൊണ്ട് ക്ലാസ്സിലൊക്കെ ഫുട്ബോളിനെ പറ്റി ആയിരിക്കുമല്ലോ കൂടുതൽ ചർച്ച. പക്ഷെ ഇതൊക്കെ പേരൻസ് ചർച്ച ചെയ്യുന്നതാണല്ലോ പിള്ളേര് ചർച്ച ചെയ്യുന്നത് തുടക്കത്തില് കൊച്ചില്. അപ്പൊ അങ്ങനെ അവന് ഫുട്ബോളിനോട് കുറച്ച് ഇൻക്ലിനേഷൻ കൂടുതൽ അവന്. സോ അപ്പൊ അവനെങ്കിലും ഉണ്ട്. എനിക്ക് അത്രയും ഇതില്ല. ഞാൻ പിന്നെ ഈ ഹൈലൈറ്റ്സ് ആണ് കാണുന്നത്. ഇവരുടെ ഇടയ്ക്ക് ടൈം പാസിന് മെസ്സിയുടെയും റൊണാൾഡോയുടെ ഒക്കെ ഇത് കാണും, ഗോൾസ്, ഹൈലൈറ്റ്സ്, ബെസ്റ്റ് ഗോൾ അതൊക്കെ. ഇപ്പൊ ഞാനത് ചോദിക്കാൻ കാര്യം നമ്മുടെ ചൈൽഡ്ഹുഡില്, നമ്മുടെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കി പറയല്ല, നമ്മളൊക്കെ എന്തോ തന്തയപ്പെട്ട ആൾക്കാരെന്നല്ല. പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് അങ്ങനെ കുറെ ക്രിക്കറ്റ് കളിച്ച് നടന്ന, ഫുട്ബോൾ കളിച്ച് നടന്ന അങ്ങനെ ഒരു കാര്യം മിസ്സാവുന്ന പോലെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് കാരണമാണ് ഇപ്പൊ കുട്ടികളെ ഇൻവോൾവ് ആയിട്ടുള്ള കുറെ ക്രൈംസ് ഉള്ള പോലെയും അല്ലെങ്കിൽ കുട്ടികളിൽ കുറെ വയലൻസ് ഉള്ള പോലെയും എന്നൊക്കെ പറഞ്ഞിട്ട് തിയറീസ് വരുന്നുണ്ട്. അപ്പൊ സജന പാരന്റ് ആണ്. കുട്ടി കല്യാണം കഴിഞ്ഞു. കുട്ടികളുണ്ട്. ക്യാമറ ഓഫ് ആക്കി 3 പേരുണ്ട്. ഇത് ഞാൻ പ്രസിദ്ധപ്പെടുത്തും. അപ്പൊ കുട്ടികളെ പറ്റി അങ്ങനെ അവരുടെ വയലൻസ് കൂടുന്നു, അല്ലെങ്കിൽ അവർക്ക് അവർ മാറിപ്പോകുന്നു, ട്രാക്ക് മാറിപ്പോകുന്നു, അവർ കൂടുതൽ ഡ്രഗ്സിലേക്കൊക്കെ ഇൻക്ലൈൻഡ് ആവണു. അത് ആ കാലഘട്ടം മാറിയതിന്റെ കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ള സഹിച്ചേട്ടൻ എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്? കാലഘട്ടം മാറിയതിന്റെ ആവാൻ വഴിയില്ല. ഇപ്പം ഞാൻ ഇടയ്ക്കൊരു ഇത് കേട്ടത്, ഏതൊരു സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, അവിടെ ഇത് കിട്ടുന്നുണ്ട്, ഡ്രഗ്സ് ഓർ വാട്ട് എവർ. ഓക്കെ, കുട്ടികൾ അവിടെ പോകുന്നു, അതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ, അതിപ്പം നമ്മുടെ ജനറേഷൻ ആണെങ്കിലും നമുക്കറിയില്ലല്ലോ. അതെ, നമ്മൾ സാധാരണ ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സർബത്തായിരിക്കും, അത് നമ്മൾ കുടിക്കുന്നത് അതിൻ്റെ അകത്ത് തെറ്റെന്ന് നമുക്കറിയില്ല. അപ്പം അതല്ല ഇത്, അതിനൊരു എക്സാക്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇനിയിപ്പോ പാരന്റ്സ് കുറച്ചുകൂടെ അവരുടെ ഇതില് ബിസി ആയതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടുന്നുണ്ടോ, അതുകൊണ്ടാണോ അറിയില്ല. നമുക്കൊന്നും അത്രയും ഫ്രീഡം കിട്ടിയിട്ടില്ല. ഫ്രീഡം കിട്ടില്ലെന്ന് വെച്ചാല്, അതായത് വേണ്ട ഫ്രീഡം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഓവർ ഫ്രീഡം കിട്ടിയിട്ടില്ല. ഓക്കെ, സോ അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഓക്കെ നമ്മളെ മക്കൾക്ക് നമ്മൾ കുറച്ചുകൂടെ ഫ്രീഡം കൊടുക്കണം. ഇപ്പം എൻ്റെ അച്ഛനൊക്കെ അധികം സ്നേഹം കാണിക്കാത്ത ടൈപ്പ് ഓഫ് ഒരു പാരന്റ് ആയിരുന്നു. എന്നാ അമ്മ നേരെ അല്ല, സ്പടികത്തിന്റെ അത്രയല്ല, വളരെ എന്താണ് ഇതൊക്കെ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ
കബീഷ് കബീഹ അമിതാഭ് ബച്ചൻ. അങ്ങനെ പറയാൻ വേണമെങ്കിൽ. അതായത് അങ്ങനെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, അങ്ങനത്തെ ഉള്ള ഇതൊന്നും ഇല്ലായിരുന്നു. അതിന് പകരം അമ്മ എല്ലാ ദിവസവും ഒരുപാട് പ്രാവശ്യം ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഞാൻ പക്ഷെ അങ്ങനെ ആവല്ലേ. അപ്പൊ എന്റെ മകന് ഞാൻ എല്ലാ ദിവസവും ഹഗ് ചെയ്യണം. നമ്മള് വായിച്ചിരിക്കുന്നതൊക്കെ ടച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കുട്ടികളുമായിട്ട്. അപ്പം ഹഗ് ചെയ്യണം. ഞാൻ അവനെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് അവനെ ഹഗ് ചെയ്യും, അവനെ കിസ് ചെയ്യും. അപ്പം ഇത് കറക്റ്റ്, ഇതിനൊരു ഫോർമുല ഇല്ല. ഇത് എങ്ങനെയാണ് പാരന്റിങ് എന്നുള്ളത് അറിയില്ല. എന്നിട്ടും ഇപ്പം എന്റെ മകൻ വേറെ എന്താണ് ഒരു ഡാർക്ക് ഇതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് മേളില് ഇരിക്കുന്ന ഒരാളുടെ ഒക്കെ പ്രാർത്ഥിക്കുക എന്നല്ലാണ്ട് ഫോർമുല ഇല്ലല്ലോ. ഈ സിനിമ ഉണ്ടാക്കുന്നതിന് ഒരു ഫോർമുല ഇല്ലാത്ത പോലെ ഹിറ്റ് സിനിമ ഉണ്ടാക്കാൻ ഒരു ഫോർമുല ഇല്ലല്ലോ. അത് പറഞ്ഞ പോലെ ഒരു പാരന്റിങ്ങിന് ഒരു ഫോർമുല ഇല്ല. അപ്പം പിള്ളേരൊക്കെ നന്നായിട്ട് വരുവാണെങ്കിൽ നമ്മൾ പാരന്റ്സിന് തന്നെയാണ് ഇത് പറയുന്നത്. പക്ഷെ ഒരുപാട് പാരന്റ്സ് അതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ പിള്ളേർ ചെയ്യുന്നു. സിനിമേനെ പഴിചാരണ അഭിപ്രായം? സിനിമ ഇപ്പം ഇത് എന്റർടൈൻമെന്റ് ഒരു സാധനമാണല്ലോ. അത് നമ്മൾ ഉണ്ടാക്കുകയാണല്ലോ. ഒരാളുടെ മനസ്സിൽ വരുന്ന ഒരു കഥ ആണല്ലോ ഈ സിനിമ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 1-2 പേരുടെ അതിൽ നിന്ന് എങ്ങനെ ഇൻഫ്ലുവൻസ്. ഇപ്പം പണ്ട് ഞാൻ ഈ ഷാറുഖ് ഖാന്റെ ബാസിഗറൊക്കെ റിലീസായ സമയത്ത് ശില്പ ശെട്ടി മേളിൽ നിന്ന് അറിയുന്നുണ്ട്. അതേപോലെ എവിടെയൊക്കെയോ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ എവിടെയൊക്കെയോ എറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട്. 1-2 കേസുകൾ. അത് അപ്പൊ അത് അവരെ മെന്റലി ഇല്ലായിരിക്കും അവര് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് ഇത് കണ്ടിട്ട് മെജോറിറ്റി ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മള് ഈ അഭിലാഷത്തില് ഒരു ചൈൽഡ്ഹുഡ് റൊമാൻസ് ഉണ്ടല്ലോ. ഈ 96 അല്ലെങ്കിൽ മേരി പ്യാരി ബിന്ദു എന്നൊക്കെ ഉള്ള പടത്തിലൊക്കെ ഒരു ചൈൽഡ്ഹുഡ് ട്രാക്ക് ഉണ്ടല്ലോ, ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള, ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ആ കൈൻഡ് ഓഫ് ഒരു റെസൊണേഷൻ ഉണ്ടല്ലോ ഓഡിയൻസിന്. അത് അഭിലാഷത്തിൽ നിന്ന് കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടും. ഇതിപ്പോ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് അത്ര ഉറപ്പുണ്ട് ഇതിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഈ പ്രണയം എന്നുള്ളതൊരു ത്രൂ ഔട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ഇമോഷൻ ആണ്. പക്ഷെ ഇതിൽ പറയുന്ന ഓരോ ആളെ കഥയും, ലെറ്റ് ഇറ്റ് ബി അഭിലാഷ് ആവട്ടെ, ഷെറിൻ ആവട്ടെ, താജു ആവട്ടെ, ഇവരെ എന്താ ലൈഫിൽ നടക്കുന്ന ഡിഫറെന്റ് വേസ് ഓഫ് സ്റ്റോറിയാണ്. അപ്പൊ അതാണ് ഈ അഭിലാഷത്തിന്റെ ഒരു സാധാരണ ഇപ്പം കണ്ടുവന്ന സിനിമകളിനെക്കാളും കഥയിനെക്കാളും ഒരു വ്യത്യാസമാവുന്നത് ഇവരെ പോയിന്റ് ഓഫ് വ്യൂവില് ഇവരെ കഥ നടക്കുന്നതാണ്. പ്രണയം എന്നുള്ളൊരു ഇമോഷൻ കോൺസ്റ്റന്റ് ആണ്. ഇത് ഇങ്ങനെയാ വരുന്നത് എന്നുള്ളത് എനിക്കത് പറഞ്ഞു മനസ്സിലായില്ലേ? ഞാൻ കൺവിൻസ്ഡ് ആണ്. ഈ അഭിലാഷം എന്ന് വെച്ചാൽ ഭയങ്കര വലിയ ആഗ്രഹം, ഒരുപാട് ലോങ് ചെയ്യുന്ന ഭയങ്കര വലിയ ആഗ്രഹം എന്ന അർത്ഥം. നിങ്ങളങ്ങനെ ഭയങ്കരമായിട്ട് ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടിട്ട് പോയിട്ട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറഞ്ഞിരുന്നു ഇഷ്ടം പറഞ്ഞത്. ഇഷ്ടം പറഞ്ഞിരുന്നു. അത് നടന്നു വന്നിട്ട്? ഇല്ല, നടന്നില്ല. അതൊരു ഹിന്ദിക്കാരിയായിരുന്നു. അപ്പൊ ലാംഗ്വേജ് പ്രോബ്ലം. ഞാനൊരു ജോലിക്ക് പോയ സ്ഥലത്തുള്ള വേലക്കാരിയായിരുന്നു. ഓക്കെ. അപ്പൊ അവളോട് ഒരു പ്രണയം പറഞ്ഞു, എന്നിട്ട് അത് നടന്നില്ല. മലയാളത്തിൽ പറഞ്ഞ ഹിന്ദിയിൽ പറഞ്ഞു? അല്ല, ഓക്ക് കുറച്ചൊക്കെ മലയാളം അറിയായിരുന്നു. അപ്പൊ മലയാളത്തിലാ തന്നെ പറഞ്ഞു. ഞാൻ കൺവിൻസ് ആയില്ല. ഇല്ല, കൺവിൻസ് ആയില്ല. ഇത് ഭാര്യക്ക് അറിയാം? പോലീസ് അറിഞ്ഞ് ഇത് ഭാര്യക്ക് അറിയോ? ഭാര്യക്കല്ല. അപ്പൊ ഓളിനോട് ഇങ്ങനെ ചോദിക്കും, നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രണയം ഉണ്ടായിരുന്നോ? അപ്പൊ ഇങ്ങനെ പറഞ്ഞു പോയി. അപ്പൊ ഇപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഞാൻ അവള് പറയും, ഇതിപ്പോ നിങ്ങൾ ആ ഹിന്ദിക്കാലത്ത് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കൊടുക്കുമല്ലോ. അപ്പൊ ചോദിച്ചു വർഷം അത് പറയണ്ടില്ല. സഹിച്ചിട്ട് അങ്ങനെ ലവിന് വേണ്ടി പണിയെടുത്ത, റൊമാൻസിന് വേണ്ടി പണിയെടുത്ത, നമ്മളൊരാളെ ഇംപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ അയാളിൽ ആ ഒരു ഇമോഷൻ വർക്ക് ആക്കാൻ വേണ്ടി പണിയെടുത്ത അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടോ സഹിച്ചേട്ടന്? അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് സംസാരിക്കാൻ ഒരു സാഹചര്യം വേണമല്ലോ. വെറുതെ വീട്ടിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിനുവേണ്ടി നമ്മള് ഈ പെൺകുട്ടി വരുന്ന അന്ന് ലൂണയാണ് ആ പെൺകുട്ടി യൂസ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അതിന്റെ സൈലൻസറിൽ എന്റെ ഫ്രണ്ട് പറഞ്ഞ അന്ന് പേപ്പർ തിരികെ വെച്ചാൽ മതി, അപ്പൊ സ്റ്റാർട്ടർ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് അപ്പം ഒരു 2-3 പ്രാവശ്യം അവര് ട്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവര് ക്ഷീണിക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് നീ ആ ഒരു വഴിപോക്കനെ പോലെ പാസ് ചെയ്യണം. കോളേജിലെ കാര്യം. എന്നിട്ട് എക്സ്ക്യൂസ് മീ ഷൽ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ് അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പൊ ഇവൻ തന്നെ, എന്റെ ഫ്രണ്ട് തന്നെ, രതീഷ് തന്നെ പോയി തിരികെ കയറ്റി വെച്ച് ഇപ്പൊ അവൻ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എനിക്കാണെങ്കിൽ ചങ്കടിക്കാന്ന് വെച്ചാൽ ആദ്യമായിട്ട് മുട്ടാൻ പോവാണ്. നമുക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയാണല്ലോ. നോർമൽ ആരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞാൻ അത്ര ധൈര്യമുള്ള ഒരാളല്ല. അപ്പൊ രതീഷിനെ പറഞ്ഞ അബേ ജാ
കറക്റ്റ് ടൈം അഭി എന്ന് പറയും. അപ്പൊ ഞാൻ പറയും അവിടെ നിൽക്കി മലയാളി ഇവൻ നമ്മള്. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവൻ എന്നെ ഇങ്ങനെ പുഷ് ചെയ്യും. ഞാൻ 2 സ്റ്റെപ്പ് വന്നിട്ട് പിന്നെ തിരിച്ചു വരും. ഇവളിങ്ങനെ നോക്കുന്നുണ്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുമെന്ന്. അപ്പോഴത്തേക്കും വേറെ ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് അവൻ ആ വഴി വന്നിട്ട് അവനങ്ങ് ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് അവനതൊക്കെ കണ്ടുപിടിച്ച്, നമ്മൾ വെച്ചാന്ന് പറഞ്ഞില്ല, പക്ഷെ അവൻ ആ പേപ്പർ കണ്ടുപിടിച്ച്. എന്നിട്ട് അവനിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഞങ്ങൾ ദൂരത്ത് ഇങ്ങനെ കാണുവാണ് അവനിങ്ങനെ. അപ്പൊ നമ്മൾ ലിപ് റീഡ് ചെയ്യുവാണ്, ഏതോ വൃത്തികെട്ടവനാണിത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞ്. പക്ഷെ അവര് തമ്മില് പിന്നെ സെറ്റൊന്നും ആയില്ല. ഈ കുട്ടി പിന്നെ വേറൊരാളുടെ കൂടെ പ്രണയിച്ചു പോയി. ഇപ്പൊ വിവാഹം കഴിച്ചിട്ടുള്ള ആളെ അങ്ങനെ ഒരു അഭിലാഷം ഉണ്ടായിരുന്നു, അയാളുടെ കൂടെ ജീവിക്കാൻ, ഐ മീൻ അയാളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സിൻസിയർ ആയിട്ട് എഫേർട്സ് എടുത്തൊരു സമയമുണ്ടോ? കുറച്ചുകൂടി ഈസി ആയിരുന്നു. എന്ന് വെച്ചാല് ഈ ബാക്കിയുള്ള കേസിലൊക്കെ എന്താ വെച്ചാൽ ഇവർക്കൊന്നും എന്നോട് താല്പര്യമില്ലായിരുന്നു. ഓക്കെ. ഇത് എന്നോടും താല്പര്യം ഉണ്ടായിരുന്ന കാരണം കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഇത് കംഫർട്ടബിൾ ആണ്. അതെ അതെ അതെ. അപ്പം അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വന്നില്ല. പിന്നെ മറ്റേ മൊബൈലൊക്കെ ആയാലോ അപ്പോഴത്തേക്കും. അപ്പം മെസ്സേജ് വഴി അങ്ങ് ഇട്ടാ മതി. അത് പിന്നെ അവർ ആലോചിച്ച് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് ആലോചിച്ചിട്ടൊക്കെ റിപ്ലൈ ചെയ്യട്ടെ. നമ്മൾ നമ്മുടെ ബാക്കി ജോലിയിലേക്ക് കടന്നു. മറ്റേതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ മാർഗമൊന്നുമില്ല. ഇത് ഡയറക്റ്റ് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇത് വളരെ കംഫർട്ടബിൾ. ഇതിനകത്ത് അഭിലാഷനും ഈ പറഞ്ഞ എഫേർട്സ് ഒക്കെ പുള്ളി എടുക്കുന്നുണ്ട്, പക്ഷെ ഭയം ആണോ പുള്ളിയെ സ്റ്റോപ്പ് ചെയ്യണേ? ഉൾഭയം ഉണ്ട് അയാൾക്ക്. അയാൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. കുറച്ചൊക്കെ എന്റെ എന്താണ് ടിഞ്ചസ് ഉണ്ട്. സൈജു കുറുപ്പിന്റെ സാധനങ്ങളുണ്ട് അഭിലാഷില്. കുറെ ആൾക്കാരെ എനിക്ക് തോന്നുന്നു പിന്നെ ഇഷ്ടം പറയാതിരിക്കുന്നത് അഭിലാഷിനെ പോലെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയും മേ ബി അതും കൂടി ആയിരിക്കണം തുറന്നു പറയാനുള്ളൊരു ബ്ലോക്ക്. തന്മയോട് അങ്ങനെ വന്ന് പറഞ്ഞോ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പോകുന്ന ഞാൻ പറഞ്ഞില്ല. ഇഷ്ടം പോലെ അല്ല, കൂടുതൽ ആൾക്കാരും എനിക്കൊന്നും ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക്, എസ്പെഷ്യലി ഫ്രണ്ട്സ് ആണെങ്കിൽ അവരിഷ്ടം തുറന്നു പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ആകെയുള്ള ഒരു പേടി മേ ബി ഉള്ള റിലേഷൻ പോകുമെന്നുള്ളത്. അത് സ്കൂളല്ല, സ്കൂൾ കഴിഞ്ഞിട്ടൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് എന്നോട് പറഞ്ഞത്. നിങ്ങള് എഫേർട്സ് എടുക്കുന്ന ആളായിരുന്നോ? പിന്നെ ഞാൻ ഇപ്പോഴും ഒരു റിലേഷൻഷിപ്പ്, അതിപ്പോ ആരാണെങ്കിലും നമുക്കിപ്പോ ഒരു എന്താ ലവ് റിലേഷൻ ആവണമെന്നില്ല. ഇപ്പൊ നമ്മളിപ്പം എന്ത് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ് ആണെങ്കിലും ഏത് റിലേഷൻഷിപ്പിലും എനിക്കൊന്ന് എഫേർട്ട് എന്തായാലും ഇടേണ്ടി വരും. അപ്പൊ അതൊരു വിളിക്കുന്നതാണെങ്കിലും അതൊരു എഫേർട്ട് എന്ന് പറയാൻ പറ്റൂല, പക്ഷെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ അത് പെടും. ഈ പടത്തിന്റെ ട്രെയിലറിൽ ഒരു വരി ഉണ്ടല്ലോ, ഇതാണോ തരക്കേടില്ല എന്ന് പറഞ്ഞ, അടിപൊളിയാണല്ലോ എന്ന്. അത് പ്രേക്ഷകർ പറയട്ടെ, പടം കണ്ടു കഴിഞ്ഞിട്ട് ആ അഭിപ്രായം എല്ലാവരിലേക്കും ചെന്ന് ചേരട്ടെ. എമ്പുരാന്റെ ഇടയിൽ ഇത് ഒരിക്കലും മുങ്ങിപ്പോവാതിരിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സിൻസിയർ പ്രൊഡക്റ്റിന്റെ ഒരു വാല്യൂ ആളുകൾ മനസ്സിലാക്കട്ടെ. 3 നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു.